ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ജാക്കറ്റ് പൊട്ടാറ്റോയും പിന്നെ അതിന് വേണ്ട ഫില്ലിങ്ങുമാണ്. നമ്മളിവിടെ രണ്ട് തരം ഫില്ലിങ് നോക്കുന്നുണ്ട്. ഇപ്പോൾ ജാക്കറ്റ് പൊട്ടാറ്റോ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു, എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിന് തുടച്ചെടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയിൽ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുക, ചെറിയ ഓട്ട വരുത്താൻ വേണ്ടി. പക്ഷെ ഞാൻ ആ സ്റ്റെപ്പ് എണ്ണ പുരട്ടിയ ശേഷമാണ്, ഞാൻ മറന്നുപോയായിരുന്നു ആദ്യം. അതുകൊണ്ട് എണ്ണ പുരട്ടിയ ശേഷമാണ് ഞാനിവിടെ കുത്തി കൊടുത്തത്. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ തിരുമ്മി കൊടുക്കുക. അതിനുശേഷം ഓവനുള്ളവർക്ക് ഓവനിൽ വയ്ക്കാം, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. എയർ ഫ്രയറിൽ വയ്ക്കുമ്പോൾ നമുക്ക് 45 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ കിട്ടും. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ. എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ഓവനിൽ ചെയ്യാം. ഓവനിൽ വെക്കുമ്പോൾ നമ്മൾ 1 മണിക്കൂറും 25 മിനിറ്റും എടുക്കും ഈ ഒരു പൊട്ടാറ്റോ കുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ. പിന്നെ നമുക്കിവിടെ ഫില്ലിങ്ങിന് വേണ്ടത് സ്വീറ്റ് കോൺ ആണ്. അത് ടിന്നകത്ത് റെഡി ആയിട്ട് കിട്ടുന്നതാണ്, നമുക്ക് കടയിൽ ഇങ്ങനെ തന്നെ വാങ്ങിക്കാം. അത് ടിന്നകത്ത് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ വെള്ളം കളയുക. ഞാനിവിടെ 140 ഗ്രാമിൻ്റെ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ട്യൂനയുടെ 2 പാത്രമാണ്. ഇതുപോലെ നമുക്കത് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. അപ്പം ഞാൻ ഇവിടെ അത് പൊട്ടിച്ചെടുത്തു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറേ ഓയിലുണ്ട്, നമുക്ക് ആ ഓയിലിൻ്റെ ആവശ്യമില്ല, നമുക്കത് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കളയാം. ഇപ്പം ഞാനിവിടെ 2 പാത്രത്തോളം പൊട്ടിച്ചതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളതിൻ്റെ ഓയിലെല്ലാം സ്ക്വീസ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാനെടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തു. അത് നമുക്കിഷ്ടമുള്ള ഏത് ഓയിൽ വേണേലും ഒഴിക്കാം. അതിലേക്ക് നമ്മൾ സ്ക്വീസ് ചെയ്ത് വെച്ച ട്യൂന ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അത് ഡ്രൈ ആയി വരാനായിട്ട് 1-2 മിനിറ്റ് എടുക്കും. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ട്യൂനയുടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്താൽ മതി. കാരണം ഇത് ഓൾറെഡി കുക്ക്ഡാണ്, ട്യൂനയും കുക്ക്ഡാണ്, പിന്നെ സ്വീറ്റ് കോണും കുക്ക്ഡാണ്. നമുക്കിത് കുക്ക് ചെയ്യാതെയും കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ഫില്ലിംഗ് കൂടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ കുക്ക് ചെയ്യാതെ സ്ട്രെയിറ്റ് അവേ ആ ടിന്നിനകത്ത് നിന്ന് പൊട്ടിച്ചിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 തണ്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്ക് പിള്ളേർക്കൊക്കെ എരിവില്ലാതെ കഴിക്കണമെങ്കിൽ നമുക്ക് ജാക്കറ്റ് പൊട്ടാറ്റോയുടെ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ക്രഷ്ഡ് ചില്ലി, റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോഴും നമ്മുടെ ഫില്ലിംഗ് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇത് ഒന്ന് ഗാർണിഷ് എടുക്കേണ്ട താമസമേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു ബിസി ഡേയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ്. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്ഡായിട്ടുള്ളത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി മിക്സ് ചെയ്തെടുക്കേണ്ട താമസമേ ഉള്ളൂ. കാരണം നമുക്കിത് ഫില്ലിങ് ഡ്രൈ ആയിട്ട് വേണ്ടതുകൊണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒരു ബിസി ഡേ ഒക്കെ ആണെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ കുക്ക് ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡിന്നറോ ലഞ്ചോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ടേസ്റ്റ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു സാധനം കൂടെ ഉള്ളൂ, ഇച്ചിരി ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഫില്ലിംഗ് കൂടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അതും കൂടെ ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ട്യൂന തന്നെയാണ്. അതിനകത്ത് എക്സസ് വാട്ടറെല്ലാം സ്ക്വീസ് ഔട്ട് ചെയ്തു. പിന്നെ അതിലേക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുകയാണ്. സ്വീറ്റ് കോണിനകത്ത് വെള്ളമെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ഈ ട്യൂനയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ട്യൂനയ്ക്കകത്തും വെള്ളം ഓയിലൊന്നിൻ്റെ ആവശ്യമില്ല, സ്വീറ്റ് കോണിനകത്തും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ മയനൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മയനൈസാണ്.
ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന മയണൈസാണ്. ജസ്റ്റ് 1 മിനിറ്റേ എടുക്കത്തുള്ളൂ. നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് 3 ദിവസം വരെ ഇത് തയ്യാറാക്കി എടുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ സെക്കൻഡ് ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫില്ലിംഗ് ആണ്. പ്രത്യേകിച്ച് എരിവൊന്നുമില്ല. കാരണം അവർക്കെല്ലാം മയണൈസും ട്യൂനയൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ജാക്കറ്റ് പൊട്ടറ്റോ ഒരുമാതിരി എല്ലാ പിള്ളേർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മൾ എയർ ഫ്രയർ വെച്ച പൊട്ടാറ്റോ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മിഡിലിൽ ഒരു കട്ടിട്ട് കൊടുക്കുകയാണ് നൈഫ് കൊണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ തേച്ച ശേഷം നമ്മൾ ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മുടെ ജാക്കറ്റ് പൊട്ടാറ്റോയുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഫുഡാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ 2 ഫില്ലിങ്ങും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനകത്ത് എന്നിട്ട് ബെസ്റ്റ് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്. ഞാൻ അടുത്ത പ്രാവശ്യം വേറെ ഒരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്.